ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ ക്യാമ്പസുകൾ കലാലയങ്ങൾ കൊലാലയങ്ങളായിട്ട് മാറുകയാണ്. നിരവധി ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. ഇപ്പം നോക്കൂ, ഇവിടെ 2 അധ്യാപകരാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. സിദ്ധാർത്ഥൻ്റെ കേസിലും സിദ്ധാർത്ഥൻ്റെ ദുരൂഹ മരണത്തിലും 2 അധ്യാപകരുണ്ടായിരുന്നു. ഹോസ്റ്റൽ വാർഡൻ, അസിസ്റ്റൻറ്റ് വാർഡൻ, 2 പേരും ഉണ്ടായിരുന്നു. പക്ഷേ അവർ പ്രതിപട്ടികയിൽ വന്നില്ല. അവർക്ക് അറിയാം സിദ്ധാർത്ഥൻ ഏതൊക്കെ ദുരനുഭവങ്ങളിലൂടെയാണ് കടന്നു പോയെന്ന് കൃത്യമായിട്ട് അവർക്കറിയാം. വിദ്യാർത്ഥികളുടെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, പക്ഷേ എങ്കിലും അവർ പ്രതിപട്ടികയിൽ വന്നിട്ടില്ല. ഇവിടെ നോക്കൂ, ഈ അധ്യാപകൻ പ്രൊഫസർ റാം, അദ്ദേഹം മാനേജ്മെൻറ്റിൻ്റെ സ്വന്തക്കാരനാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും സ്വാധീനം ചെലുത്തും. ഇപ്പോൾ ഈ ഒരു കേസിൽ സുതാര്യമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാവണം. പക്ഷേ അത് ഉണ്ടാവും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കാരണം ഇപ്പം തന്നെ അത് വഴിമാറ്റി വിടാനുള്ള ഒരു ശ്രമം നടന്നു. അല്ലാതെ ഈ ലോൺ ആപ്പിൻ്റെ കാര്യം ഇന്നലെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പറയേണ്ടതില്ലല്ലോ. അതല്ലല്ലോ ഇവിടെ അടിസ്ഥാന കാരണം. മാത്രമല്ല, അച്ഛൻ ഇപ്പോഴും പറയുന്നു ആത്മഹത്യ ചെയ്യില്ല എന്ന്. പക്ഷേ അന്വേഷണമൊന്നും നടത്താതെ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു ആത്മഹത്യയാണ് എന്ന് പറയുന്നു. ഇതെല്ലാം വിശദമായി അന്വേഷിക്കേണ്ടതല്ലേ? അതോ സിദ്ധാർത്ഥൻ്റെ കേസിൽ സംഭവിച്ചതുപോലെ ഇതും ഇപ്പോഴുള്ള ഒരു ഹൈപ്പ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നു, അതിന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമോ? സുതാര്യമായ സത്യസന്ധമായ അന്വേഷണം ഉണ്ടാവുമോ? എങ്കിൽ മാത്രമല്ലേ യഥാർത്ഥ പ്രതികൾ നിയമത്തിൻ്റെ മുന്നിൽ വരുള്ളൂ. അനിൽ നമ്പ്യാർ, ഇത് കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്നതാണ്. ഒരു കലാലയത്തിൽ, അതും ഡോക്ടർ ആവാനായിട്ട് പഠിച്ച് ആ രീതിയിലെത്തി മെറിറ്റിൽ ആ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുകയാണ്. കാരണം നമുക്കറിയാം ആ കുട്ടിയുടെ അച്ഛന്റെ അവസ്ഥ നമ്മൾ കണ്ടു, അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ കണ്ടു. പാവപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. അതും ഈ പറഞ്ഞതുപോലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, അതുപോലെ ഒരു കൂലിപ്പണിക്കാരന്റെ മകൻ ആ നില വരെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ സാമ്പത്തികമായും അതുപോലെ തന്നെ ജാതീയമായിട്ടും പിന്നെ നിറത്തിന്റെ പേരിലുമൊക്കെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് പലതിനോടും പടപൊരുതിയെങ്കിൽ മാത്രമേ അവരുടെ ഒരു ബിരുദം സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് കാണുന്നത്. കാരണം നമുക്കറിയാം ആ കഷ്ടപ്പാടിലും പഠിച്ചു കയറി ഇവിടം വരെ വന്നു. അതിനുശേഷം ഈ അധ്യാപകനെ പറ്റി പരക്കെ ആക്ഷേപമാണ്. ഈ റാം എന്ന് പറയുന്ന അധ്യാപകനെ പറ്റി പൂർവ്വ വിദ്യാർത്ഥികളുടെ വോയിസുകൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ്, അവര് മീഡിയയുടെ മുന്നിൽ വന്ന് ധൈര്യപൂർവ്വം പറയുന്നു, പെൺകുട്ടികൾ പറയുന്നു. അതുപോലെ തന്നെ ഒരു എക്സാമിനർ പുറത്ത് പറയുന്നു ഇയാളുടെ പേരിൽ പല പരാതികളും ഉണ്ടായിരുന്നു. അപ്പോ ഇയാളുടെ പേരിൽ പരാതികൾ പലതുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇയാളുടെ പേരിൽ നടപടി ഉണ്ടാവാതിരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചും ആദ്യം സൂചിപ്പിക്കുകയുണ്ടായി. കാരണം അയാൾക്ക് അധികമായിട്ടുള്ള സ്വാധീനമുണ്ട്. സ്വാധീനം എന്ന് പറഞ്ഞാൽ കോളേജിന്റെ രജിസ്ട്രേഷൻ പോലും പിടിച്ചു നിർത്താൻ അത്രമാത്രം കപ്പാസിറ്റി ഉള്ള, അല്ലെങ്കിൽ അത്രമാത്രം അധികാരവും സ്വാധീനവും ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആ സ്റ്റാഫ് റൂം, അതായത് ആ സ്റ്റാഫ് റൂമിലേക്ക് ആ കുട്ടിയുടെ വോയിസ് മെസ്സേജ് അയാൾ പറയുന്നത് കേൾക്കണം. എന്താണ് പറയുന്നത് എന്നുള്ളത് അതിൽ അവിടെ വെച്ച് കൈയും കാലും വെട്ടും, അല്ലെങ്കിൽ വെട്ടി അതുപോലെ തന്നെ ഇയാളുടെ അമ്മയെ ആക്ഷേപിക്കുന്നു. ആ രീതിയിലൊക്കെ ഒരു അധ്യാപകൻ, HOD ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ഒരു വ്യക്തിയല്ലേ, അങ്ങനെ പെരുമാറുമ്പോൾ അതിനോട് അങ്ങനെ പറയാൻ പാടില്ല സാർ, അല്ലെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പോലും തന്റെ ഇടം കാണിക്കാൻ ഒരു അധ്യാപകനോ ഒരു അധ്യാപികയോ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ പറ്റുമായിരുന്നു. ഇപ്പൊ ഇയാൾ സംരക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. കാരണം സംഭവം ഉണ്ടായി മണിക്കൂറുകൾക്കകം തന്നെ ഇതിൽ നമ്മൾ ഇതുവരെ പുറത്തറിയാത്ത ലോൺ ആപ്ലിക്കേഷന്റെയും ലോൺ ആപ്പിന്റെയും മറ്റുമൊക്കെ ആയിട്ടുള്ള കഥകളുമായിട്ടൊക്കെ വരുന്നുണ്ട്. കാരണം ഒരു മരണം, അല്ലെങ്കിൽ ഒരു സൂയിസൈഡ് ആയിക്കോട്ടെ, ഒരു അസ്വാഭാവിക മരണം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ അസ്വാഭാവിക മരണവും ഒരു കൊലപാതകം എന്നുള്ള നിലയിൽ അന്വേഷിക്കണമെന്നാണ് പോലീസിന്റെ ആപ്തവാക്യം. എങ്കിൽ മാത്രമേ അതൊരു കൊലപാതകം എന്ന നിലയിൽ ഗൗരവമായിട്ട് അന്വേഷിച്ചെങ്കിൽ മാത്രമേ അതിനെ പിന്നീട് അത് ഒരു സൂയിസൈഡ് ആയിരുന്നു എന്ന് പറയാൻ പറ്റൂ. പക്ഷെ അതിനു മുമ്പ് തന്നെ അങ്ങനെയുള്ള ഒന്നിനും വരാതെ ഇതിൽ എന്തോ ഒരു പുതിയ കഥ, ഇപ്പൊ ഒരു സൈബർ കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നുണ്ട് ചക്രക്കൽ പോലീസ് സ്റ്റേഷനിൽ. എനിക്ക് പരിചയമുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ഇപ്പൊ നമ്പ്യാർക്കും പരിചയമുള്ളതുപോലെ തന്നെ ഞാനും കൂത്തുപറമ്പിലൊക്കെ ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇരുന്നിട്ടുള്ളതാണ്. ഈ പറഞ്ഞ അഞ്ചരക്കണ്ടിയും ആ ഭാഗങ്ങളും അവിടുത്തെ കാര്യങ്ങളും എല്ലാ വിവരങ്ങളെ സംബന്ധിച്ചും ബോധ്യമുള്ള ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പോലീസ് അന്വേഷണത്തിലേക്ക് പോകുന്നത്? പോലീസ് ഇതല്ല, മരിച്ച ആളിന്റെ മരണത്തെ പറ്റിയല്ല അന്വേഷണം. ആ മരിച്ച ആളിന് എതിരായിട്ടുള്ള രീതിയിലുള്ള ഒരു അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോയാൽ എങ്ങനെയാണ് ഒക്കുന്നത്?
കാരണം അയാൾ ലോൺ എടുത്തിട്ടുണ്ടാവും, അത് വേറെ കാര്യമാണ്, അതുമായിട്ട് ഇതിന് വിഷയമില്ല. ഇതിന് നിരന്തരമായിട്ട് ഈ കുട്ടിയെ അയാളുടെ എന്താണ് മാർക്ക് കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ട് പെരുമാറ്റത്തില്, പിന്നെ അതുപോലെ തന്നെ അയാളുടെ ജാതീയമായിട്ട് അധിക്ഷേപിക്കുക, അല്ലെങ്കിൽ അയാൾ എഴുതിയ പേപ്പർ അല്ലെങ്കിൽ പരീക്ഷ പേപ്പർ എന്തോ ആയിക്കോട്ടെ, അത് മറ്റു കുട്ടികൾക്ക് കൊടുത്തിട്ട് അത് വായിപ്പിക്കുക, അവരുടെ മുന്നിൽ ഇയാളെ കളിയാക്കുക. ഒരു പക്ഷെ ഒരു കാര്യം ഉണ്ടാവാം, ഈ പറഞ്ഞ ഡോക്ടർ റാമിനെ എതിർത്തിന്നവരെ ആരും സംസാരിച്ചിട്ടുണ്ടാവില്ല. അവിടെ അധ്യാപകൻ സംസാരിച്ചിട്ടില്ല, വിദ്യാർത്ഥികൾ സംസാരിച്ചിട്ടില്ല, ചിലപ്പോ മാനേജ്മെന്റോ മറ്റ് ആ പരിസരത്തുള്ള ആരും തന്നെ സംസാരിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതിന്റെ തന്റെ ഇടത്തിലാണ് അയാൾ വളർന്നു വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അവിടെ അതിലാരും ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അധികാര ശക്തിയായിട്ട് വളർന്നു വന്നതാണ്. ഈ പയ്യൻ അല്ലെങ്കിൽ ഈ കുട്ടി നിതിൻ രാജ് അയാളോട് ചോദിച്ചു, അയാൾ സ്വതസിദ്ധമായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ അതിനൊരു മാർക്ക് പറഞ്ഞു കാണും. അപ്പൊ അതിന്റെ പേരിൽ കൂടുതൽ അയാൾ ഹരാസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നത്. അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. നമ്മുടെ പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ എന്ത് നടക്കുന്നു എന്നുള്ളത് ആരെങ്കിലും ഒന്ന് അന്വേഷിക്കണം. മുമ്പ് പറഞ്ഞു കലാലയങ്ങളിൽ ഈ പറഞ്ഞ കൊലപാതകങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്നത്. കൊലപാതകങ്ങൾ ചിലപ്പോൾ രാഷ്ട്രീയ സംഘർഷത്തിന്റെ പേരിലുള്ള കൊലപാതകങ്ങളായിരിക്കാം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെയുള്ളതാണ് പണ്ടൊക്കെ കേട്ടിരുന്നത്. അത് കഴിഞ്ഞ് റാഗിങ്ങിന്റെ പേരിലും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇന്നിപ്പോ അധ്യാപകര് പാവപ്പെട്ട പഠിക്കാൻ വന്ന വിദ്യാർത്ഥികളെ ഈ പറഞ്ഞ ഹറാസ് ചെയ്യുക, അവരെ പീഡിപ്പിക്കുക, അവരെ ജാതീയമായിട്ട് അധിക്ഷേപിക്കുക, സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ നിറമില്ലാത്തതിന്റെ പേരിലുമൊക്കെ, അല്ലെങ്കിൽ അല്പം അറിവ് കുറഞ്ഞതിന്റെ പേരിൽ. ഇയാളൊരു മാതൃകയുള്ള ഒരു നല്ല അധ്യാപകനായിരുന്നെങ്കിൽ 99 കുട്ടികളും നല്ലതാണെങ്കിൽ ഈ ഒരു കുട്ടിയെ അയാൾ പറഞ്ഞ് പ്രത്യേകം ഇരുന്ന് പഠിപ്പിക്കുക ചെയ്യേണ്ടത്, അല്ലാതെ അയാളുടെ മറ്റു കാര്യങ്ങളിലേക്കല്ല പോകേണ്ടത്. അങ്ങനെ അയാളുടെ വിശ്വാസം ആർജിക്കുക ചെയ്യേണ്ട ഒരു ശരിക്കുള്ള ഒരു അധ്യാപകൻ. നമ്മളിതൊക്കെ ഈ ഓരോ ചർച്ചയും വരും, ഓരോ സംഭവങ്ങൾ ഉണ്ടാവും. സിദ്ധാർത്ഥിന്റെ കേസിലെ ഏകദേശ സമാന സ്വഭാവമുള്ളതാണെങ്കിൽ പോലും ഇതിനകത്ത് വ്യക്തമായിട്ട് അധ്യാപകർ തന്നെയാണ് പ്രതിപക്ഷത്തുള്ളത്, അല്ലെങ്കിൽ പ്രതി പട്ടികയിലുള്ളത്. അവരുടെ പീഡനം കൊണ്ട് തന്നെയാണ് ആ പയ്യൻ മരിക്കാനിടയായത്. മരിക്കാൻ സൂയിസൈഡ് ആണെന്നുള്ളത് നമുക്കിപ്പോൾ ഒരു നിഗമനത്തിലൊന്നും എത്താൻ പറ്റില്ല. വിശദമായ ഒരു അന്വേഷണത്തിൽ മാത്രമേ എന്താണ് സംഭവിച്ചത്. കാരണം ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് മരിക്കുക എന്ന് പറഞ്ഞാലും തള്ളിയിട്ട് മരിക്കുക എന്ന് പറഞ്ഞാലും ഏകദേശം ആ പരിക്കുകളും അതിന്റെ സ്വഭാവമെല്ലാം ഒന്ന് തന്നെയായിരിക്കും. പോസ്റ്റ്മോർട്ടത്തിൽ പോലും തെളിഞ്ഞ് വരണമെന്ന് നിർബന്ധമില്ല. അതല്ലാതെ നമ്മൾ ഇത് അതീവ ഗൗരവമായിട്ടുള്ളതാണ്. ഒരു പാവപ്പെട്ട പയ്യൻ അല്ലെങ്കിൽ ഒരു കുട്ടി കോളേജിൽ പഠിക്കാൻ പ്രതീക്ഷയോടെ വന്നു. ഒരു കുട്ടി അതുപോലെ തന്നെ ഒരു പെൺകുട്ടി പറയുകയാണ്, ഞാൻ കേട്ടതാണ്, ആ കുട്ടിയുടെ അച്ഛനോട് ഈ നിതിൻ രാജ് മരിക്കുന്നതിന്റെ തലേ ദിവസം അച്ഛനോട് പറഞ്ഞിട്ട് ഇവിടെ അസഹനീയമായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റമാണ് അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഞാൻ ഒരു ബ്രേക്ക് എടുത്തിട്ട് വീട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതായിട്ട് ഒരു കുട്ടി പറയുന്നുണ്ട്. അപ്പൊ ആ കോളേജിലെ അന്തരീക്ഷം എങ്ങനെയുള്ളതാണ്? ഒരു കുട്ടിക്ക് ശരിയായ രീതിയിൽ മാനസികമായ അല്ലെങ്കിൽ സമ്മർദ്ദം ഇല്ലാതെ ഇരുന്ന് പഠിച്ച് ഒരു ജോലി തേടി പോകാനായിട്ട് പറ്റുമോ? അതൊക്കെയാണ് ഈ അധ്യാപകർ ശരിയാക്കി കൊടുക്കേണ്ടത്, അല്ലെ അതിനുള്ള ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കേണ്ടത്. എന്താണെങ്കിലും ഈ കേസില് പെട്ടെന്നൊരു അഭിപ്രായം പറയാൻ പോലീസിനോ ആർക്കും പറ്റില്ല. വ്യക്തമായ അന്വേഷണം നടത്തണം. ഈ പറഞ്ഞതുപോലെ ലോൺ ആപ്പിന്റെ കാര്യമൊക്കെ ഇപ്പോഴാണ് പൊങ്ങി വന്നത്. ഈ കുട്ടി മരിച്ചതിന് ശേഷമാണ് ഇതൊക്കെ ഇങ്ങോട്ട് വരുന്നത്. അതല്ലെങ്കിൽ അതിനു മുമ്പ് ഇതെവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്യുകയോ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഈ കുട്ടിയുടെ വോയിസ് വന്നിരിക്കുന്നതും അതിന് മുമ്പ് പറഞ്ഞ സാഹചര്യങ്ങളാണ് അതിൽ പറയുന്നത്. കൈയും കാലും വെട്ടുമെന്നൊക്കെ പറഞ്ഞാൽ അയാൾ ഒരു അധ്യാപകനാണോ? അതോ അയാൾ ആരാണ്? അയാൾക്ക് അതിനുള്ള അധികാരം എന്താണ്? അല്ലെങ്കിൽ അയാൾ അങ്ങനെ പറയാനും മാത്രമുള്ള അതിന്റെ പിന്നിൽ ഉള്ള സ്വാധീനം എന്താണ്, ശക്തി എന്താണ്? ഇതൊക്കെയാണ് അന്വേഷിക്കേണ്ടത് ആദ്യം. അല്ലാതെ അയാൾ എവിടെങ്കിലും പോയി ലോൺ എടുത്തെന്നോ അല്ലെങ്കിൽ ഒരു ടീച്ചറിന്റെ നമ്പർ വിളിച്ച് അവർ ഭീഷണിപ്പെടുത്തിയതൊന്നും ഇവിടെ ഒരു വിഷയമേ അല്ല. അതൊക്കെ രണ്ടാമത്തെ കാര്യം. ഇതിനാണ് പ്രാഥമികമായിട്ട് അവർ അന്വേഷിച്ചിട്ടൊരു തീരുമാനം പറയേണ്ടത്. പോലീസ് ശരിയായ രീതിയിൽ ഇത് അന്വേഷിക്കണം, കൃത്യമായിട്ട് അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടെത്തണം. അല്ലാതെ ഇനിയിപ്പോ അത് ട്രയലിൽ കോടതിയിൽ പോയാൽ പോലും ഈ പറഞ്ഞ ലോൺ ആപ്പിന്റെ പേരിലാണ് അയാൾ സൂയിസൈഡ് ചെയ്തത്. അതിപ്പോ രണ്ട് സെക്ഷനിൽ കേസ് എടുത്തിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണയ്ക്കും അതുപോലെ തന്നെ SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റി ആക്ടിന്റെ പേരിൽ. അതൊക്കെ അവിടെ കോടതി ചെന്ന് കഴിയുമ്പോൾ പ്രതിഭാഗം വക്കീല് ഈ പ്രാഥമിക ഘട്ടത്തിൽ പോലീസിന്റെ വെളിപ്പെടുത്തലുകളൊക്കെ അവിടെ പ്രതിഭാഗത്തിന്റെ തെളിവായിട്ട് അവിടെ അഡ്യൂസ് ചെയ്യും. അപ്പൊ അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ ഒരു പാവപ്പെട്ട പയ്യനോടൊപ്പം അല്പമെങ്കിലും സഞ്ചരിക്കൂ കൂടെ, എന്നിട്ട് നമുക്ക് തീരുമാനങ്ങളിലേക്ക് എത്താം എന്നുള്ള ഒരു രീതിയിലൊരു ഒരു അന്വേഷണ രീതി ആയിരിക്കണം പോലീസ് സ്വീകരിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ ആന്റണി സർ.